നമസ്കാരം. ബാൽക്കണിയുടെ ഓൾഡീസ് ഗോൾഡ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് തലസ്ഥാനം. 1992 രഞ്ജി പണിക്കർ തിരക്കഥ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് പുറത്തിറക്കി മലയാള സിനിമയിൽ ഒരു വമ്പൻ ട്രെൻഡ് സെറ്റ് ചെയ്ത തലസ്ഥാനം. 1992 തലസ്ഥാനത്തിന് മുമ്പ് ഷാജി കൈലാസിനൊരു സിനിമാ ചരിത്രം ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. 5 സിനിമകൾ സംവിധാനം ചെയ്ത് വിജയിച്ചും പൊട്ടിയും തളർന്നും മുന്നേറിയും നിൽക്കുന്ന ഒരു യുവ സംവിധായകൻ. താനെടുത്ത ചിത്രങ്ങളിൽ മിക്കതിൻ്റെയും തിരക്കഥയൊരുക്കിയ മറ്റൊരു ആളാണ് രഞ്ജി പണിക്കർ. ഇരുവരും സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. സിനിമയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. 5 സിനിമ എടുത്തു. ഇനിയൊരു ട്രാക്ക് ഉണ്ടാക്കണം, ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് വേണം. അതിനെന്താണ് വഴി എന്നാണ് അവരാലോചിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തൻ്റെ മുന്നിലുള്ള ഒരു ഇംഗ്ലീഷ് മാഗസിൻ കയ്യിലെടുത്ത് ഷാജി കൈലാസ് പറഞ്ഞു. അതിൻ്റെ കവർ നോക്കി. അന്ന് VP സിംഗിൻ്റെ ഭരണകാലമാണ്. മണ്ഡൽ കമ്മീഷൻ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയം. മണ്ഡൽ കമ്മീഷൻ വിവാദങ്ങളിൽ രാജ്യവ്യാപക പ്രതിഷേധം കൊണ്ടിരിക്കുന്ന സമയം. പ്രക്ഷോഭത്തിനിടെ സ്വയം തീക്കൊളുത്തി കത്തിയിരിക്കുന്ന യുവാവിൻ്റെ ചിത്രമായിരുന്നു ഷാജി കൈലാസ് കയ്യിലെടുത്ത ആ മാഗസിൻ്റെ കവറിൽ. രാജീവ് ഗോസ്വാമി എന്ന വിദ്യാർത്ഥിയുടെ ചിത്രം. രാജീവ് ഗോസ്വാമിയുടെ കത്തിയിരിക്കുന്ന ആ ചിത്രം നോക്കി ഷാജി പറഞ്ഞു, രഞ്ജി, ഈ ചിത്രത്തിൽ നിന്ന് ഒരു കഥയുണ്ടാക്കാമോ? ആദ്യം രഞ്ജി പണിക്കർ ഒന്ന് പകച്ചു. യുവത്വം കത്തിയിരിക്കുകയല്ലേ? രഞ്ജി പണിക്കർ പറഞ്ഞു, നമുക്ക് നോക്കിക്കളയാം എന്ന്. അത് നമ്മുടെ ഒരു വമ്പൻ ഹിറ്റായിരിക്കണം. ചിത്രത്തിൻ്റെ സ്വഭാവം ഒരു മാസ് പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരിക്കണം. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം. രാഷ്ട്രീയ സിനിമകളുടെ മാസ്റ്ററായി വിഹരിക്കുന്ന T. ദാമോദരൻ എന്ന തിരക്കഥാകൃത്ത് സജീവമായ ഒരു സിനിമാ കാലമാണല്ലോ. മാസ് സിനിമകളിൽ വില്ലാതി വില്ലനായ IV ശശി വേറൊരു ഭാഗത്ത്. ഇവരുടെ ഇടയിൽ നിന്നാണ് ഇന്നലെ വന്ന 2 ചെറുപ്പക്കാർ മറ്റൊരു മാസ് പൊളിറ്റിക്കൽ പടത്തിന് ശ്രമിക്കുന്നത്. അതും രാഷ്ട്രീയമായ വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ട്. അതുകൊണ്ട് രഞ്ജി പണിക്കർ ദാമോദരൻ മാഷുടെ ഒരൊറ്റ ഡയലോഗിൻ്റെ സാമ്യം പോലും നമ്മുടെ ചിത്രത്തിൽ ഉണ്ടാകരുത് എന്ന് ഷാജി കൈലാസുമായി ചേർന്ന് തീരുമാനിച്ചു. നോക്കാം. ഷോട്ടിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. IV ശശിയുടെ ഒരു തരത്തിലും സാമ്യം പാടില്ല. മാത്രമല്ല, അവരൊക്കെ ഹെവി പൊളിറ്റിക്കൽ കഥാബീജങ്ങളാണ് സിനിമയാക്കുന്നത്. നമുക്കിതൊരു ക്യാമ്പസ് പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കാം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ രഞ്ജി പണിക്കർ എഴുതി തുടങ്ങി. ദാമോദരൻ മാഷിൻ്റെ ശില പോലെ ഉറച്ച ഡയലോഗുകളെ മറികടക്കാൻ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത നീണ്ട സംഭാഷണ ശകലങ്ങൾ, സംസ്ഥാന ദേശീയ രാഷ്ട്രീയ നേതാക്കളുടെ പകരക്കാരെന്ന നിലയിലുള്ള കഥാപാത്രങ്ങൾ. അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചില്ല. എല്ലാ നേതാക്കളെയും ക്യാമ്പസ് എന്ന അവരുടെ കഥാപരിസരത്തിലേക്ക് എത്തിച്ചു. അതുവരെ മലയാളി കാണാത്ത മറ്റൊരു മീറ്ററിലേക്ക് വികസിച്ച രാഷ്ട്രീയ ചിത്രം. അങ്ങനെ തലസ്ഥാനം റെഡിയായി. വിവരം പുറത്തെറിഞ്ഞതോടെ പലരും ഗൗനിച്ചില്ല. അതൊരു സാധാരണ പൊളിഞ്ഞു പോകാനിടയുള്ള ചിത്രമായിരിക്കും എന്ന് പലരും പറഞ്ഞു. പ്രത്യേകിച്ചും താരബഹളങ്ങളൊന്നുമില്ല. അത്ര വലിയ വിജയങ്ങൾ സ്വന്തമായ ആളുകളുമല്ല ഷാജി കൈലാസും രഞ്ജി പണിക്കറും. ഒരു കൂട്ടം കഥാപാത്രങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള സിനിമ. ഒരു നായകൻ, ഒരു ഹീറോ എന്നൊന്നും പറയാൻ ആരുമില്ല. ഗീതയും നരേന്ദ്രപ്രസാദുമാണ് അന്ന് ആ വലിയ പ്രശസ്തരായി അറിയപ്പെടുന്ന ആളുകൾ പ്രധാന വേഷത്തിൽ. എന്നാൽ മറ്റൊരു ശ്രദ്ധേയ കഥാപാത്രമായി അധികമാർക്കും അറിയാത്ത വിജയകുമാർ എന്ന നടൻ തിളങ്ങി. ഗണേഷ് കുമാർ, ജഗദീഷ്, അശോകൻ, സോമൻ, അങ്ങനെ 2ാം നിരയുടെ ഒരു സംഘം ഉണ്ട് ചിത്രത്തിൽ. നായകനെയൊക്കെ കുറേ അഭിനയിച്ച് നായകനൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലിക്കാവാതെ നടക്കുകയായിരുന്നു സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. സുരേഷ് ഗോപി അന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുന്ന എന്ന് സിനിമാ ലോകം തന്നെ വിലയിരുത്തിയ സമയമാണ്. 2ാം നിര നായകരുടെ ചിത്രത്തിൽ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയിരുന്നു അന്ന് സുരേഷ് ഗോപി. ആ വർഷമാണ് ജഗദീഷിൻ്റെ പൊന്നോരം തോട്ടത്തെ രാജാവ്, ജഗദീഷ് നായകനായ സിനിമയിൽ ഒരു ചെറിയ വില്ലേജ് ഓഫീസറോ എന്തോ ആയിട്ട് സുരേഷ് ഗോപി വന്നത്. എന്തായാലും ചിത്രം വലിയ പ്രാധാന്യമൊന്നും ഇറങ്ങും മുമ്പ് നേടിയില്ല. ഒടുവിൽ 1992 ജൂലൈ 12 തലസ്ഥാനം റിലീസായി. നമ്മൾ തമ്മിലുള്ള കണക്കുകൾ തുടങ്ങുന്നത് പെരുവഴിയിൽ വെച്ചാണ്, തീരുന്നതും അങ്ങനെ തന്നെ മതി. ആദ്യ ഷോകൾ പൊതുവെ ആളൊഴിഞ്ഞ തിയേറ്ററുകൾ. എന്നാൽ കണ്ടിറങ്ങുന്നവരുടെ ആഹ്ലാദം വഴിയെ പോകുന്നവരെയും തിയേറ്ററിൽ കയറ്റി. ഇന്നത്തെ പോലെയല്ലോ അന്ന് സിനിമ ആദ്യ ഷോ കഴിഞ്ഞ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മുന്നോട്ട് പോകാനുള്ള ദിവസങ്ങൾ സാധ്യതകളായി മുന്നിലുണ്ടായിരുന്നു. മോർണിംഗ് ഷോ, മാറ്റിനി, ഫസ്റ്റ്, സെക്കൻഡ്, ഇങ്ങനെ ഷോകൾ കഴിഞ്ഞ് പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തന്നെ മൗത്ത് പബ്ലിസിറ്റി. 3 ദിവസം കഴിഞ്ഞോടെ ചിത്രം ഹിറ്റാകും എന്ന ലക്ഷണമായി. പിന്നെ അങ്ങോട്ടൊരു കുതിപ്പായിരുന്നു സൂപ്പർ ഹിറ്റിലേക്ക്. ആ വർഷം മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി തലസ്ഥാനം. അത് സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും സിനിമയായി അറിയപ്പെട്ടു. 1 കോടി ചെലവിൽ ബജറ്റ് 8 കോടി കളക്ട് ചെയ്തു അത്രേ. അപൂർവ സംഭവം. ഇന്നിപ്പോൾ 3.5 പതിറ്റാണ്ട് കടന്ന സിനിമാ ജീവിതമാണ് അവരുടേത്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ത്രില്ലർ സംവിധായകരുടെ ഒപ്പം തലയുയർത്തി നിൽക്കുന്ന സംവിധായകനാണ് ഷാജി കൈലാസ്. കുതിച്ചും കിതച്ചും മുന്നേറിയ ഷാജി കൈലാസ് ഒരു വൻ കിതപ്പിന് ശേഷം ട്രാക്കിൽ പിന്നീട് തിരിച്ചെത്തി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒപ്പം രഞ്ജി പണിക്കറും മലയാള സിനിമയിലെ വമ്പൻ ഹിറ്റുകൾ ഉണ്ടാക്കി. 1989 ജോഷിയുടെ സഹസംവിധായകനായിരുന്ന വെറും 24 വയസ്സുള്ള ഷാജി കൈലാസ് എന്ന യുവാവ് തൻ്റെ ആദ്യ ചിത്രം ഒരുക്കുന്നത്. സുരേഷ് ഗോപിയെ നായകനാക്കിയായിരുന്നു ആ സിനിമ. ജഗദീഷിൻ്റെ തിരക്കഥയിൽ ഒരുക്കിയ ന്യൂസ്. ഇന്നത്തെ ഷാജി കൈലാസിൻ്റെ തനത് ശൈലിയിലെടുത്ത കുറ്റാന്വേഷണ ചിത്രം. അതിൻ്റെ ആദ്യ രൂപം വലിയ ഹിറ്റൊന്നുമായില്ല, എങ്കിലും ഫ്ലോപ്പായില്ല. നല്ല അഭിപ്രായം. ഇന്നും കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, വലിയ കുഴപ്പമില്ലാത്തൊരു പടം. മാത്രമല്ല സിനിമ മികച്ച അഭിപ്രായം അന്ന് നേടിയിരുന്നു, വിജയിച്ചില്ലെങ്കിലും. 2ാമത്തെ ചിത്രം പക്ഷേ
വൻ ഫ്ലോപ്പായി. സൺഡേ 7 PM എന്ന ത്രില്ലർ തിയേറ്ററിൽ മൂക്കും കുത്തി വീണു. ആദ്യ 2 ആക്ഷൻ സിനിമകളും പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാത്തത് ഷാജിയെ നിരാശനാക്കി. ഇത് തൻ്റെ വഴിയല്ലേ എന്ന് അദ്ദേഹം സംശയിച്ചു. അങ്ങനെ ഒരു കോമഡി ട്രാക്ക് പിടിക്കാൻ തീരുമാനിച്ചു. പത്രപ്രവർത്തകനായ രഞ്ജി പണിക്കരോട് തമാശ സിനിമയ്ക്കുള്ള ഒരു സ്ക്രിപ്റ്റിനായി നിർദ്ദേശിച്ചു. അങ്ങനെ ആ സിനിമ ഉണ്ടായി. ഇന്ന് നമുക്ക് ക്ലാസ് കോമഡി സിനിമകളായി നമുക്ക് പറയാൻ കഴിയുന്ന ഡോക്ടർ പശുപതി. അപ്പോൾ നമ്മുടെ വഴി കോമഡി ആയിരിക്കുമെന്ന് ഷാജി കൈലാസ് വിചാരിച്ചു. പിന്നെയും കോമഡി സിനിമ എടുത്തു. സൗഹൃദം, കിൽക്കാമ്പെട്ടി, നീലക്കുറുക്കൻ തുടങ്ങി കോമഡി അധിഷ്ഠിതമായ കുടുംബ ചിത്രങ്ങൾ. നീലക്കുറുക്കൻ ശരാശരി വിജയം നേടി എന്നതൊഴിച്ചാൽ തിയേറ്ററുകളിൽ ഈ ചിത്രങ്ങളൊന്നും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല. ഇന്നിപ്പോൾ സൗഹൃദവും കിലുക്കാമ്പെട്ടിയും ഒക്കെ സോഷ്യൽ മീഡിയകളിൽ, യൂട്യൂബിൽ ഒക്കെ കാര്യമായ ആളുകൾ കാണുകയും നൊസ്റ്റാൾജിക്കായി സിനിമയെ വ്യാഖ്യാനിക്കുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് കാണാം. ഇങ്ങനെ കണ്ടവരുടെ അങ്ങനെയുള്ള കമൻറ്റുകൾ കണ്ടാൽ തന്നെ ഞെട്ടും. യൂട്യൂബിലൊക്കെ അത്രമാത്രം പോസിറ്റീവായ കമൻറ്റുകൾ ഇന്ന് കാണാം. ഉദാഹരണത്തിന് കിലുക്കാമ്പെട്ടി, അതിലൊരു പാട്ട് മാത്രം മതി. കിലുക്കാമ്പെട്ടിയിൽ എസ് ബാലകൃഷ്ണൻ സംഗീതം കൊടുത്ത് ബിച്ചു തിരുമല എഴുതി MG ശ്രീകുമാർ പാടിയ പാട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളാരും എല്ലാവരും പാടിയ പാട്ടായിരിക്കും. പച്ചക്കറിക്കായ തൊട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. ഒരിക്കലെങ്കിലും നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പാട്ട് പാടി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ടാവും. ഇതുപോലെ ഓരോ സിനിമയിലും എന്തെങ്കിലും പ്രത്യേകതകൾ ഷാജി കൈലാസിൻ്റെ ഈ സിനിമകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ജനം ആ സിനിമയൊന്നും സിനിമയായിട്ട് സ്വീകരിച്ചില്ല, കാര്യമായ ഹിറ്റായില്ല, തിയേറ്ററിൽ ആളെത്തിയില്ല. അതോടെ സിനിമാ ലോകം ഷാജി എഴുതി തള്ളിയോ എന്ന ആശങ്കയിലേക്ക് പോയി. ഷാജിക്ക് ഇനി ഒരു മടങ്ങി വരവ് അസാധ്യമെന്ന് പോലും പലരും പ്രവചിച്ചു. അവിടെയാണ് തലസ്ഥാനം വരുന്നത്. വമ്പൻ ഹിറ്റായി. ഷാജി കൈലാസിൻ്റെ കരിയറിൽ മാത്രമല്ല, മലയാള സിനിമയിൽ തന്നെ തലവര മാറിയ ഭാവുകത്വം സൃഷ്ടിക്കപ്പെട്ടു. അതുവരെ പരിചയമില്ലാത്ത ക്ലോസ് ഷോട്ടുകളിലൂടെയുള്ള കഥ പറച്ചിൽ കണ്ട് മലയാളി അന്തം വിട്ടു. തലസ്ഥാനം കഴിഞ്ഞ് ജഗദീഷ് നായകനായ സ്ഥലത്തെ പ്രധാന പയ്യൻസ് കൂളിളക്കം സൃഷ്ടിച്ചു. മൂന്നാമതായി വന്ന ഏകലവ്യൻ സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാറാക്കി. ആ തേരോട്ടം ഉടനെയൊന്നും അവസാനിച്ചുമില്ല. കമ്മീഷണർ, ദ കിങ്, പ്രജ തുടങ്ങി സകലരെയും നായകരെയും തങ്ങളുടെ നായക സങ്കല്പത്തിലേക്ക് സകലരെയും തളച്ച് പൂണ്ടു വിളയാടി ഷാജി കൈലാസും രഞ്ജി പണിക്കറും. തമിഴടക്കം വൻ ഹിറ്റുകൾ ഉണ്ടാക്കി. ഒടുക്കം നീണ്ട ചിത്രങ്ങളുടെ നീണ്ട വർഷങ്ങളുടെ യാത്രയ്ക്ക് ശേഷം പിന്നീട് കോമഡി ട്രാക്കിലേക്കുള്ള മാറ്റത്തിനുള്ള ശ്രമം അദ്ദേഹത്തെ തളർത്തി. തുടർച്ചയായി ചിത്രങ്ങൾ പരാജയപ്പെട്ടു. കിങ് ആൻഡ് കമ്മീഷണറും മദിരാശിയും ജിഞ്ചറും തുടങ്ങി ഷാജി കൈലാസിനെ വനവാസത്തിന് അയച്ച ചിത്രങ്ങളുണ്ടായി. പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കടുവയിലൂടെ അദ്ദേഹം മറ്റൊരു വരവ് വന്നത്. അത് കഴിഞ്ഞ് കാപ്പ, അതിനിടെ എലോണും ഹണ്ടും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കില്ല. എന്തായാലും ഇനിയൊരു കാലത്ത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള സിനിമകളെക്കുറിച്ചുള്ള ആലോചന അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാം. രഞ്ജി പണിക്കറും കരിയറും അത്ഭുതം തന്നെയായി. കാരണം അദ്ദേഹം ഡോക്ടർ പശുപതി ഇറങ്ങിയ കാലത്ത് അത് ഇന്ന് വല്ലാതെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അന്നൊരു വിജയമായിരുന്നെങ്കിൽ അത് അത്ര പോസിറ്റീവായി വലിയ തോതിൽ പോയ ഒരു സിനിമയല്ല എന്നാണ് നമുക്ക് ആ കാലത്തെക്കുറിച്ച് അറിയുന്ന ആൾക്ക് മനസ്സിലാവുക. 90-ൽ അത് ഇറങ്ങിയ കാലത്ത് വലിയ നേട്ടങ്ങളൊന്നും കാര്യമായി ഉണ്ടാക്കിയില്ല. പക്ഷേ കൊള്ളാവുന്ന സിനിമ, തമാശപ്പടം എന്നാണ്. രണ്ടാമത് എഴുതിയ ആകാശക്കോട്ടയിലെ സുൽത്താനും രഞ്ജി പണിക്കർക്ക് ശുഭകരമായ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകിയില്ല. എന്നാൽ ഷാജി കൈലാസിനൊപ്പം മലയാള സിനിമയിൽ വ്യത്യസ്തമായ ശൈലി ആവിഷ്കരിച്ച് തലസ്ഥാനത്തിലൂടെ ആ തിരക്കഥാകൃത്ത് തൻ്റെ ട്രാക്ക് തിരിച്ചറിഞ്ഞു. കുടുംബകഥയും കോമഡിയൊന്നുമല്ല, തൻ്റെ വഴി ഇതാണെന്ന് രഞ്ജി പണിക്കർ തലസ്ഥാനത്തിലൂടെ തിരിച്ചറിഞ്ഞു. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമ രഞ്ജി പണിക്കരുടെ സിനിമകൾ കൊണ്ട് ആഘോഷം തീർത്തു. സ്ഥലത്തെ പ്രധാന പയ്യൻസ്, ഏകലവ്യൻ, മാഫിയ, കിങ്, ലേലം, പത്രം, പ്രജ, ദുബായ്, ഭരചന്ദ്രൻ IPS, കിങ് ആൻഡ് കമ്മീഷണർ, രൗദ്രം, ഇങ്ങനെ കുറഞ്ഞ പരാജയങ്ങളുടെ പട്ടികയിൽ വമ്പൻ വിജയങ്ങളുടെ കടൽ തന്നെ ഉണ്ടാക്കി. ഷാജിയും ജോഷിയും അടങ്ങിയ സംവിധായക നിര രഞ്ജി പണിക്കരുടെ തിരക്കഥയ്ക്ക് മേൽ സൂപ്പർ ഹിറ്റുകൾ പടുത്തുയർത്തി. രഞ്ജിത്തും അക്കൂട്ടത്തിൽ കയറി. ഭരചന്ദ്രൻ IPSും രൗദ്രവും സ്വയം സംവിധാനം ചെയ്ത് സംവിധായകൻ എന്ന നിലയിലും കഴിവ് തെളിയിച്ചു. എന്നാൽ 2012-ലെ കിങ് ആൻഡ് കമ്മീഷണർക്ക് ശേഷം രഞ്ജി പണിക്കർ തിരക്കഥയിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്തിരിഞ്ഞ മട്ടാണ്. ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേതാവായി കസേരയിട്ടിരിക്കുകയാണ്. അപ്പോഴും തലസ്ഥാനം ആസ്വാദകരുടെ മനസ്സിൽ ഒരു ഇടിമുഴക്കമായി തന്നെ നിലകൊള്ളുന്നു. ഓൾഡീസ് കൂടിൽ മറ്റൊരു സിനിമയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമുക്ക് അതിനനുസരിച്ച് വ്യത്യസ്ത സിനിമകളിലൂടെ കടന്നു പോകാം. നന്ദി, നമസ്കാരം.